ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കിയാർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മുരിക്കാശ്ശേരിയിലാണ്. ഏതാണ്ട് സമയം ഒരു 8:30-9 മണിയോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ മുരിക്കാശ്ശേരിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ള വോട്ടർമാർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇടുക്കി ഇത്തവണ ആരും ജയിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ജോയ്സ് ജോർജ് ജയിച്ചു വരണമെന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായിട്ട് പുള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഇവിടെ മുരിക്കാശ്ശേരിയിൽ വലിയ ഇതായിട്ടൊന്നും നടന്നിട്ടില്ല. പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. അതുകൊണ്ട് ജോയ്സ് ജോർജ് ജയിച്ചു വരണം എനിക്ക് താല്പര്യം. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ചേട്ടാ? ഇടുക്കി ആർക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോയ്സ് ജോർജ് ഒരു നല്ല കാൻഡിഡേറ്റാണ്. അദ്ദേഹം നിന്ന കാലഘട്ടത്തിൽ ഇടുക്കിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കസ്തൂരിരംഗൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ റോഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി കാര്യങ്ങൾ ഈ രംഗത്തൊന്നും ചെയ്തില്ല എന്നുള്ള ഇതല്ല പറയുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ ഉണ്ടാകും. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ആ ഒരു ഇത് ജോയ്സ് ജോർജ് കയറി വരുന്നത് നല്ലതെന്നുള്ളതാണ്. ജോയ്സ് ജോർജിന് തന്നെയാണ് ചാൻസ്. കാരണം അത്ര നല്ലൊരു ഇതായിട്ട് കിട്ടുന്ന ആൾ വേറെ ഉണ്ടാവില്ല കാൻഡിഡേറ്റ്. ജോയ്സ് ജോർജ് തന്നെ. അമ്മേ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ എങ്ങനെയാ നമ്മൾ ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനൊന്നും നിർബന്ധമില്ല. ആര് ജയിക്കണമെന്നില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്നവർ ജയിക്കണം. ആര് ജയിച്ചാലും ഒരു രീതിയിലൊക്കെ പോകും. അത് തന്നെ. പ്രത്യേകിച്ചൊന്നുമില്ല. ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? ആരേലും ജയിച്ചോട്ടെ, ആര് ജയിച്ചാലും അതല്ലേ. അതിനാന്ന് വെച്ചാൽ ഇച്ചിരി പെൻഷൻ ഉണ്ടായിരുന്നു, അതുപോലും നിന്നു. പിന്നെ ഇനി എല്ലാം ആര് ജയിച്ചിട്ടെല്ലാം കാര്യം ഇരിക്കുന്നത്. അതുപോലെ പാവങ്ങൾ പോയി തൊഴിലുറപ്പ് പണിയുന്നു. ആ പൈസയും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആര് ജയിച്ചിട്ട് നമുക്ക് എന്നാ പ്രയോജനം? ഭരിക്കണം. അതേ ഉള്ളൂ ഞങ്ങളുടെ ചേട്ടാ, ഇത്തവണ വോട്ടൊക്കെ ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? ഇത്തവണ ഇടുക്കി UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യം ഈ രണ്ട് കക്ഷികളും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം നല്ലൊരു കാണുന്നത്. ഈ വന്യമൃഗശല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ ഗവൺമെൻറ് ഒന്നും ഒരു നടപടി എടുക്കുന്നില്ല. പിന്നെ ജനം ആർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയമില്ലാത്ത ഒരാളാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപാധിയായിട്ട് മാറിയിരിക്കുക. അതാ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു കക്ഷിക്കും താല്പര്യമില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പോരടിക്കുക എന്നുള്ളതല്ലാതെ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അയ്യോ, ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന്. നമ്മളിതിനകത്ത് വോട്ട് ചെയ്തിട്ട് ഈ അഴിമതിയുടെ പേരും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയിട്ട് അവർ വീണ്ടും അതിന് 10 ഇരട്ടി അഴിമതി നടത്തുക എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വിഡ്ഢികളാവുമല്ലോ. അതാണ് ഒരു സാഹചര്യം. എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാനൊരു കർഷക തൊഴിലാളിയാണ്. എന്നെപ്പോലെ ജനലക്ഷങ്ങൾ റേഷനറിയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നില്ല. ഇവിടെ തൊഴിലുറപ്പിൻ്റെ കാശ് കിട്ടുന്നില്ല. ഞാൻ നിർമ്മാണ തൊഴിലാളി. ഇപ്പോൾ കണ്ണ് കാണാൻ 1 വർഷമായി പണിക്ക് പോയിട്ട് 8 മാസത്തെ കാശ് എനിക്ക് കിട്ടാണ്. ഞങ്ങൾ 2 പേരോട് സെൻറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. റേഷനറി മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ എന്നെപ്പോലെ ജനലക്ഷങ്ങളാണ് ഇവിടെ. അവരെ പരിഹരിക്കാൻ കഴിയാത്ത ആര് ഭരിച്ചാലും സുഹൃത്തെ എനിക്ക് 4 വർഷമില്ല. ആര് ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ നിലപാട് ശക്തമായ നിലപാട് എൻ്റെ മനസ്സിലുണ്ട്. അത് ആ സമയത്ത് ഞാൻ ചെയ്യുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കിതിനോടൊന്നും ചോദിക്കാൻ കഴിയും. ഇലക്ഷൻ ഇവിടെ UDF ജയിച്ചാലും LDF ജയിച്ചാലും BJP ജയിച്ചാലും പോരന് കുമ്പിളും കണ്ണീര്, അത്രേ ഉള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും പേര് പറയുന്നില്ല. സാഹചര്യം എങ്ങനെയാണ്? ആർക്ക് അനുകൂലമായിരിക്കും? സാഹചര്യം രണ്ട് പ്രാവശ്യം ജയിച്ചവരെ സ്ഥാനാർത്ഥികളല്ലേ. 2 പേർക്ക് ഒരുപോലെ തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ പ്രവർത്തനം ആരെയാണ് നല്ലത് അത് ജനം വിലയിരുത്തട്ടെ. നമ്മളായി പറഞ്ഞ് വിലയിരുത്തുന്നത് ശരിയാണോ? ജനാധിപത്യമല്ലേ. വോട്ട് ചെയ്യണ്ടേ? ഇത്തവണ ഇപ്പൊ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ എന്നാ പറയുന്നത്, ഞാൻ കോൺഗ്രസ്സുകാരത്തിയാ. കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ. വോട്ട് ചെയ്യണ്ടേ ഇത്തവണ?
വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ആര് ജയിച്ചു വേണമെന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ഇടുക്കിയില്? അങ്ങനെയൊന്നുമില്ല, ആര് ജയിച്ചാലും ഇപ്പം. ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കിയിൽ നിന്ന് ആര് ജയിച്ചു വേണമെന്നാണ് ആഗ്രഹം? അവിടെ ആര് ചോദിച്ചാലും എല്ലാം കണക്കല്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അമ്മേ വോട്ട് ചെയ്യണ്ടേ ഇത്തവണ?